എയർ കണ്ടീഷൻ ഇനി സ്റ്റൈലിഷ് ആയി ചെയ്യാം VS കൂളിംഗ് സൊല്യൂഷൻസിനോടൊപ്പം VRV, VRF AC, ഡക്റ്റബിൾ AC, കാസറ്റ് AC, ടവർ AC, സ്പ്ലിറ്റ് AC തുടങ്ങി എല്ലാവിധ AC വർക്കുകളും പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ ചെയ്തു നൽകും. For more details, contact VS Cooling Solutions 9946 11 3377 900 419. ജില്ലയ്ക്കകത്തും പുറത്തും കർഷക പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കേളപ്പേട്ടനെ പോലുള്ളവർ പകർന്നുതന്ന കരുത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നും മുന്നോട്ടു പോകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PK ബിജു പറഞ്ഞു. CPIM നേതാവും കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പണിക്കോട്ടിയിലെ M കേളപ്പന്റെ ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി തലമുറക്ക് പ്രചോദനമായ പ്രവൃത്തിയിലൂടെയാണ് ഈ കോഴിക്കോട് ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനും കേളപ്പേട്ട നടത്തിയിട്ടുള്ള സംഭാവന. തീർച്ചയായും അതിൻ്റെ ഒക്കെ കരുത്തിലാണ് ഇത് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ ജന്മിമാരുടെയും മാടമ്പിമാരുടെയും എതിർപ്പുകളാണ് നമുക്ക് നേരിടേണ്ടി വന്നെങ്കിൽ ആധുനിക കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ആരൊക്കെ വരുന്നുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ നമുക്കറിയാം. എല്ലാവരുടെയും പ്രധാനപ്പെട്ട ശത്രു അത് BJPയുടേതായാലും കോൺഗ്രസിൻ്റേതായാലും കമ്മ്യൂണിസ്റ്റുകാരാണ്. നമ്മുടെ നാട്ടിലെ വലതുപക്ഷത്തിൻ്റെ ആകെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ എതിർപ്പുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ്. ആശംസകൾ നേർന്ന ജില്ലാ കമ്മിറ്റി അംഗം P ദിവാകരൻ, ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, PK ബാലകൃഷ്ണൻ, TC രമേശൻ, രവീന്ദ്രൻ, K കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പണിക്കോട്ടി ഐക്യ കേരള ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ DYFI മേഖലാ കമ്മിറ്റി അംഗം അരുൺ രചിച്ച വില്ലുവണ്ടി എന്ന കവിതാ സമാഹാരം P ജയരാജന് കൈമാറി. കോൺഗ്രസ് വലിയ ജനാധിപത്യം പ്രസംഗിക്കും, മതനിരപേക്ഷത പ്രസംഗിക്കും, ഇതൊക്കെ ഉണ്ടായെങ്കിലും പ്രവർത്തന പദ്ധതിയിലെത്തുമ്പോൾ പലപ്പോഴും RSSൻ്റെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മൃദു ഹിന്ദുത്വ നിലപാടാണ് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്. വലിയൊരു തർക്കപ്രശ്നമാണല്ലോ രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കപ്രശ്നം. നിരവധി വർഷക്കാലം കോടതിയിലുള്ള ഒരു സ്വത്ത് തർക്കമായിരുന്നു. നമ്മുടെ നാട്ടിൽ ആരെല്ലാം തമ്മിൽ സ്വത്ത് കേസ് നടക്കുന്നുണ്ട്. ആ സ്വത്ത് കേസിലെ തർക്കം കോടതി വഴി പരിഹരിക്കും, കോടതി ഒരു വിധി പറയും. പക്ഷേ കോടതിയിലുള്ള തർക്കപ്രശ്നം എത്രയോ ദശകങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ RSS BJP ഇടപെട്ടു. ആ സ്വത്ത് തർക്കം രാജ്യത്തിൻ്റെ തർക്കമാക്കി മാറ്റി. സ്വത്ത് തർക്കം രാജ്യത്തിൻ്റെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റി. നിങ്ങൾ ഏതിൻ്റെ കൂടിയാണ്? നിങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ കൂടിയാണോ? നിങ്ങൾ പള്ളിയുടെ കൂടിയാണോ? ഇങ്ങനെയാണ് RSS ഈ രാജ്യത്തിലെ ജനാധിപത്യം. പണിക്കോട്ടിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച കേളപ്പൻ 17-ാം വയസ്സിൽ ഗാന്ധിയൻ ദർശനങ്ങളിൽ ആകൃഷ്ടനായി കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കിസാൻ സഭയിൽ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വഴികളിലൂടെ നടന്ന M കേളപ്പൻ കർഷക പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു. പാർട്ടിയുടെ വടകര മണ്ഡലം കമ്മിറ്റി അംഗം, ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ എത്തിച്ചേർന്നു. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം പാർട്ടിയെ നയിച്ചു. പിന്നീട് CPM ജില്ലാ സെക്രട്ടറി സ്ഥാനവും അദ്ദേഹത്തെ തേടിയെത്തി. 10 വർഷം ജില്ലാ സെക്രട്ടറിയായിരുന്നു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു.